മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു പ്രധാന ഗുണത്തെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, അനുസരണമാണ്. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം അധ്യായം 15 22-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ശമൂവേൽ പറഞ്ഞു, തൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. അനുസരണത്തിൻ്റെ ആദ്യ പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നത് നമ്മുടെയൊക്കെ പ്രഥമ പാഠശാലയായ കുടുംബങ്ങളിൽ നിന്നാണ്. ഗാർഹിക സഭ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളാണ് അനുസരണത്തിൻ്റെ ഈറ്റില്ലം. മാതാപിതാക്കൾ പരസ്പരം അനുസരണത്തിലൂടെ ജീവിക്കുമ്പോൾ കുട്ടികളിലേക്ക് അനുസരണത്തിൻ്റെ ഗുണങ്ങൾ കടന്നു വരുന്നു. ഈ അനുസരണം നമ്മെ കൂടുതൽ ആഴത്തിൽ ദൈവത്തെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ അനുസരിക്കുവാനായിട്ട് നമ്മെ പ്രാപ്തരാക്കുന്നു. അനുസരണം നമ്മുടെ ഒക്കെ ആന്തരിക വിശുദ്ധിയുടെ പ്രതിഫലനമാണ്. അതിനാലാണ് ബാഹ്യവിശ്വാസ പ്രകടനങ്ങളായ ബലികളെക്കാൾ ശ്രേഷ്ഠമായി ദൈവം ഇഷ്ടപ്പെടുന്നതും കരുതുന്നതും. നമ്മുടെ ബലികൾ നമ്മിലൂടെ ഉടലെടുക്കുന്ന അനുസരണത്തിൻ്റെ ഫലമായി വേണം അർപ്പിക്കപ്പെടേണ്ടത്. തന്നെ അനുസരിക്കുന്നവരിൽ ദൈവം സന്തുഷ്ടനാണ്. ദൈവം എന്നിൽ സന്തുഷ്ടനാകുമ്പോൾ അത് എന്നിലേക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് കാരണമാകുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം 19 5-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. വിശുദ്ധ ലൂക്കാ എഴുതിയ പരിശുദ്ധ സുവിശേഷം അധ്യായം 11 28-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. മിശിഹായിൽ പ്രിയമുള്ളവരെ, അനുസരണമെന്ന ആ മഹത്തായ ഗുണം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം അനുസരണയുള്ളവരായിട്ടും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായിട്ടും ജീവിക്കാം. അതുവഴിയായിട്ട് ദൈവാനുഗ്രഹം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്കും പ്രവർത്തന മേഖലകളിലേക്കും കുടുംബങ്ങളിലേക്കും നമ്മുടെയൊക്കെ കുഞ്ഞുമക്കളിലേക്കും പടരുന്ന ഒരു പകർച്ചവ്യാധി പോലെ ആയിത്തീരട്ടെ. അങ്ങനെ നമ്മളെല്ലാവരും ദൈവത്തെ അനുസരിക്കുന്നവരും പരസ്പരം സഹോദരി സഹോദരന്മാരെ അനുസരിക്കുന്നവരുമായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അസീമമായ അനുഗ്രഹങ്ങൾ നമുക്കും ലഭിക്കും. നമുക്ക് ഇന്നത്തെ ദിവസത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഇന്നിൻ്റെ നിറവിൽ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സായി മാറുവാനായിട്ട് അനുസരണമെന്ന ഗുണം എന്നിലേക്ക് നീ പകർന്നു തരണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് അനുസരണമെന്ന ആ വലിയ ഗുണം നിറയ്ക്കണമേ. കർത്താവേ, അനുസരണത്തിലൂടെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാനും അങ്ങയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമുള്ള കൃപയെ നൽകുന്നാഥ, എന്നെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുമക്കളെ നീ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.